അപ്പോൾ ഈ ചിലവരൊക്കെ പറയേ സിനിമയല്ലേ അത് കാശ് കിട്ടൂലേ എന്ന് പറയും. പക്ഷേ കാശ് കിട്ടുന്ന ഇതിനും ആയാസകരമായ ഒരുപാട് ജോലിയുണ്ട്. എന്നിട്ടൊക്കെ അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമയോടുള്ള സ്നേഹം വേറെ. സെറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവരെ ഓടിച്ചായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പം അത് പ്രശ്നമില്ല. കൊമ്പം വന്നാലും പ്രശ്നമുള്ളൂ, ഒറ്റക്ക് വന്നാലും പ്രശ്നമുള്ളൂ. പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. സിംഗിൾ ശിവട്ടെ കഥ കേട്ടിട്ടില്ല. അടുത്തൊരു പാട്ട് പാടും. ലോപ്പിച്ച് പാടാം അതോ അയപ്പിച്ച് പാടണം? വേണ്ടല്ലോ. ഏത് ഏജ് കാറ്റഗറിക്ക് ആയിരിക്കും ഈ സിനിമ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക? ടോട്ടലി ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടല്ലോ. തമിഴിൽ നിന്ന് ഏറ്റവും വലുത് ഗജരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അതായത് നമ്മുടെ കാർത്തിക് സുബ്ബരാജിൻ്റെ അച്ഛൻ. പുള്ളി നല്ലൊരു ക്യാരക്ടർ നമുക്ക് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ ചിത്ര ചേച്ചി എന്നോട് അയ്യോ നിങ്ങൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ നിങ്ങൾ ഭയങ്കര ദുഷ്ടനാണെന്നാണ് വിചാരിച്ചിരുന്നത്. ചിത്ര ചേച്ചി ഞങ്ങൾ വലിയ ആളായ നിങ്ങൾ മറക്കരുത് ഞങ്ങളെ. ഇങ്ങനെ വന്നിരിക്കും എപ്പോഴെങ്കിലൊക്കെ. ഈ കൊച്ചിനെ കണ്ടിട്ട് പടം കാണുമെന്ന് തോന്നുന്നുണ്ട് ചേട്ടാ. തിയേറ്ററിലാണ് പോയി കാണണം എല്ലാം കഴിഞ്ഞിട്ട്. ഓം ശാന്തി ശാന്തി ഓം ശാന്തി താങ്ക് യു. ഈ കോസ്റ്റ്യൂം എങ്ങനെയാ ചൂസ് ചെയ്തത്? എങ്ങനെയാ അതിലേക്ക് എത്തിയത്? കാരണം ഒരു വെറൈറ്റി നമ്മൾ ആ സോങ്ങിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വെറൈറ്റി ലുക്ക്. അത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ അത് നാണു എന്ന് പറഞ്ഞാൽ ആദിത്യ നാണു, നമ്മുടെ VKBയുടെ പടങ്ങളൊക്കെ ചെയ്യുന്ന ആദിത്യ നാണുവിൻ്റെ ഒരു ഞങ്ങൾ കുറച്ചുകൂടെ ആ ഏരിയ കുറച്ച് ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഹിപ്പി പരിപാടി. ഇപ്പം നമ്മളൊക്കെ മണാലിയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, അപ്പം നമ്മളെ മലയാളീസ് ആണെങ്കിലും ആ മണാലി ഷോളും ആ പരിപാടിയും ആ പാൻറ്റൊക്കെ ട്രെൻഡ് തന്നെയാണല്ലോ. അപ്പം അത് അവരുടെ ഓൺ സ്റ്റൈൽ പിടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് പറഞ്ഞ പോലെ എല്ലാവരും ചാർലി എന്ന് പറയും ആ സാധനം കാണുമ്പോൾ, ആ കളർ പാറ്റേൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് മാറി പിടിക്കട്ടെ. കോസ്റ്റ്യൂം ഒക്കെ ഇത് എനിക്ക് എന്റെ ചോദ്യം എനിക്ക് തരാനുള്ള ധൈര്യം അല്ല, അതില് അതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ എല്ലാ സാധാരണക്കാരും ചെയ്യുന്നതാണ്. ഇപ്പൊ ട്രാവലിംഗ് വൈബുള്ളവരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ മണാലി ഫ്ലാഗ് ബൈക്കിൽ കെട്ടുക, അവരെ കോസ്റ്റ്യൂം, അവരെ ഷോള്. ഈ കോസ്റ്റ്യൂം ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടി സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഇടുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്? അതുണ്ട്. അതിപ്പോ ഈ പോലീസ് യൂണിഫോം ഇടുമ്പോൾ അവരൊന്ന് റഫാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ് കോസ്റ്റ്യൂം വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പുറത്തു പോകുമ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അന്നത്തെ കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ലുക്ക് വൈസിലാണല്ലോ എല്ലാവരും അളക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ആവാനായിട്ട് ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും നമ്മൾക്ക് പകുതി ആശ്വാസമായി. പിന്നെ ഈ ഡ്രസ്സും ഞാനും തമ്മിലുള്ള ഇണചേരലാണ്. ഒരു സമയം എടുത്തുകൊണ്ടാണ് ആ ഇണചേരൽ. ആ ചേർന്ന് കഴിയുമ്പോഴാണ് ഇത് രണ്ടും കൂടി ഇണങ്ങുന്നിടത്താണ് ആ ക്യാരക്ടർ കറക്റ്റായിട്ട് നമ്മൾ കണ്ണാടിന് മുമ്പ് പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒന്നുമില്ല, ഞാൻ അങ്ങനെ പ്രിപ്പയറിങ് പരിപാടിയുള്ള ആർട്ടിസ്റ്റ് അല്ല. ഞാനങ്ങനെ നേരത്തെ ഇതെനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നോ ഞാനൊരു റിഹേഴ്സൽ പോലും ഞാൻ ചെയ്യാറില്ല. കാരണം റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാ ചെയ്യാൻ പോണതിൻ്റെ ഓൾറെഡി അങ്ങനെ കഴിയൂല. ഈ ഒരു ജെന്യൂനിറ്റി ഉണ്ടല്ലോ ആക്ടിങ്ങിന്, അത് പോകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഫസ്റ്റ് ഷോട്ടാണ് ഓക്കെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ട് മെത്തേഡിലും ചെയ്യുന്നവരുണ്ടല്ലോ. വരുന്നവരുണ്ട്. സെക്കൻഡ് ടേക്ക് തേർഡ് ടേക്ക് ആവുമ്പോഴാണ് ഓക്കെ ആവുന്ന പറയുന്ന കുറെ പേര്. നേരെ തിരിച്ചാ പറയുന്നത്. നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. ലിബിൻ 2-3 ടേക്ക് പോയാൽ 4ാമത്തെ ടേക്കിലേക്ക് പിന്നെ തെറ്റി തുടങ്ങും. ആദ്യം ചെയ്ത് തുടങ്ങേണ്ട കാര്യം അവസാനത്തേക്ക് വരും. ഇത് ആദ്യത്തെ ആദ്യത്തെ അല്ലെങ്കിൽ 2ാമത്തെ ഷോട്ടിൽ പുള്ളി ഓക്കെ ആണ്, പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ അത് അങ്ങനൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അതെന്താണെന്നറിയാമോ, രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, നമ്മളിങ്ങനെ അത്
ഇതൊരു എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കത് അറിയില്ല കേട്ടോ. വലിയ നടന്മാരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഞാൻ എന്നോട് പറഞ്ഞില്ല, എമ്പതി ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഒരു ഡയലോഗ് നീ എൻ്റെ കൂടെ വരണം എന്ന് ഞാൻ പറയണത് തൊട്ട് മുമ്പ് ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ബ്രെയിനും പരിപാടി കാര്യങ്ങളില്ല ആ ഡയലോഗ് ഞാൻ പറയുന്നത്. അപ്പൊ നീ എൻ്റെ കൂടെ വരണം എന്ന് ഞാൻ പറയുമ്പോൾ അത് ജെന്യുവനായിട്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്താണ് നമ്മളെ കണ്ണിനറിയാം, ബുദ്ധിക്കറിയാം ഇത് താല്പര്യമാണെന്ന്. അപ്പൊ നമുക്ക് തന്നെ തൃപ്തി വരില്ല. അതുകൊണ്ടിട്ടാണ്. പക്ഷെ ഒരുപാട് നല്ല നടന്മാര് ഏറ്റവും ബെസ്റ്റ് ടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. ചിലവർക്ക് ചില രീതിയിലുള്ള സ്കില്ല്, പിന്നെ പ്രിപ്പറേഷൻ ഇല്ല. ഇത് ആ ക്യാരക്ടർ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ചെയ്യാന്നില്ല. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് അയക്കഴിഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വരുമ്പോ ചിലപ്പോ നല്ലതായിരിക്കും, കൊള്ളില്ലാത്ത ഇവര് വേണ്ട വിപിനായിട്ടാന്ന് പറയും, ചിലത് നല്ലതായിട്ട് അവർ ഓക്കെ എടുക്കും. ഇതിനകത്ത് പറഞ്ഞ പോലെ സാധാരണ ഒരു ക്യാരക്ടർ അഭിനയിച്ചു പോകുന്നത് പോലെയല്ല, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് ചെയ്യാനും ഒരു ചലഞ്ച് കയറ്റി എടുക്കാനുള്ള പരിപാടികളുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു വേറൊരു വേൾഡാണ്. അപ്പം അതിലുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളൊക്കെ സാധാരണക്കാരായിരിക്കും, പക്ഷേ ഒരു ലീഡർഷിപ്പ് എടുക്കുന്ന ആളുകൾക്കുള്ള കുറെ പ്രത്യേകതകളുണ്ടല്ലോ. അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നോ സെറ്റില്? ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. എനിക്ക് ഈ കുറെ ഡയലോഗുകളൊക്കെ ആയിരുന്നുള്ളൂ. ഈ ഡയലോഗ് പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനത് കാണാപ്പാടം പഠിച്ചതൊക്കെ ഭയങ്കര പാടുപെട്ടാണ്. കാരണം എനിക്ക് അതിന് മുമ്പുള്ള പടങ്ങളിലൊന്നും ഞാൻ സിംഗിൾ ഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ എഴുതിയ പടങ്ങളാണ്. അപ്പൊ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞാൽ പേപ്പറിലേക്ക് ആക്കൂലേ, അപ്പൊ നമ്മുടെ മനസ്സിൽ പതി. ഇതില് 3-4 പേജുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റ ഷോട്ടിൽ ഇവര് ഈ മെഡിറ്റേഷൻ പോലുള്ള പരിപാടികൾ അതൊക്കെ വർക്ക് ആവുമല്ലോ. അപ്പം അതിനകത്തൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടല്ലോ, കൂട്ട് എന്നൊക്കെ പറയണ. അപ്പം അതുപോലത്തെ കുറേ സംഗതികളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇച്ചിരി സാഹിത്യം സ്റ്റെപ്പ് കയറി കിടക്കുന്ന ഡയലോഗുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ക്യാരക്ടറിന്റെ ആവശ്യമാണ് എന്നുള്ളത് സിനിമ കണ്ടിട്ട്. ഈ ഡയലോഗ് പറയണ്ടല്ലോ, മോണോലോഗ് ഒക്കെ ഉണ്ടായിരുന്നോ? അതായത് നമ്മളെ കുറച്ചു നേരം നമ്മുടെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള സീനൊക്കെ വരുമ്പോൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്? മനസ്സിലായില്ല. അതായത് മോണോലോഗ് ഉണ്ടാവില്ലേ, നമ്മള് വോയിസ് ഓവർ നമ്മളെന്നെ നിന്നിട്ട് ചെയ്യുന്ന ക്യാമ്പിന്റെ അകത്ത് ഉള്ളതല്ലേ? മനസ്സിലായില്ലേ? മെഡിറ്റേഷന്റെ അതാണ് അത് തന്നെ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കൺഫ്യൂഷനായി. ഏകനായിട്ട് പറയുന്നു സിംഗിൾ ഫ്രെയിമിൽ. സിംഗിൾ ഫ്രെയിം അല്ല അത് ഉദ്ദേശിച്ചത്, നമ്മൾ തന്നെ നിന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതാണ് ഞാൻ തുടക്കം പറഞ്ഞ. ഈ 4 പേജിന്റെ ഇടയിൽ സിനിമ കാണുമ്പോ ഇവരുടെയൊക്കെ റിയാക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഷോട്ട് ചെയ്യുമ്പോ ട്രാക്കൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മറ്റേ ഇതിലൊക്കെ പോകുമ്പോ ഒറ്റ ഷോട്ടിലാണ് ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പൊ ഒരെണ്ണം തെറ്റി നമ്മൾ ഒന്നേം തുടങ്ങണം. മരുന്ന് ചേച്ചി എങ്ങനെയാ, നേരെ ഓപ്പോസിറ്റ് ആണോ, അല്ലെങ്കിൽ കുറെ ടേക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആണോ? അല്ല, കുറെ ടേക്സ് എടുക്കുന്നല്ല. ഞാനും ഈ ഒരു കാര്യമാണ് ഞാനും ഫോളോ ചെയ്യണത്. പക്ഷെ നമ്മൾ പെർഫോം ചെയ്തിട്ട് 1, 2, 3 മറീനയാണ് നമുക്ക് ഈ പടത്തിൽ നമ്മുടെ അനുഭവം ഒക്കെയാണെങ്കിൽ മറീനയും കൂടുതൽ ഷോട്ടുകളൊന്നും പോയിട്ടില്ല. മാക്സിമം ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെയാണ്. അത് വലിയ മെറിറ്റും അല്ല കേട്ടോ. ഈ ഷോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ വലിയ മെറിറ്റും അല്ല. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുക, നമുക്ക് കിട്ടിയാൽ പിന്നെ കൂടുതൽ ഷോട്ട് പോകേണ്ട കാര്യമില്ല. ആവില്ല. കാരണം ഇപ്പം ഈ ഡയറക്ടേഴ്സ് ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലേന്ദ്രവരൻ സാറിന്റെ എനിക്ക് തോന്നുന്നത് എത്രയോ 5 or 6 ടേക്സ് പോകും. കാരണം എന്താ വെച്ചാൽ സാറിന് പതുക്കെ ചെയ്യണം, വെച്ചാൽ പതുക്കെ നമ്മള് ഡയലോഗ് പറയണം, അതിന്റെ ഇടയിൽ ആക്ഷൻസ് ചെയ്യണം. കമൽ സാറും അങ്ങനെയായിരുന്നു. ബാലചന്ദ്രൻ സാറായിട്ട് എന്നാലും ചാർലിയോ? എന്നാലും ശരത്താ ചാർലിയാണ് ഹീറോ. കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു വിവേകാനന്ദൻ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഡയലോഗ് പോലും നമ്മൾ തെറ്റിക്കരുത്. ഞാനാണെങ്കിൽ ഇൻഫ്ലുവൻസറാ, യൂട്യൂബ് ചാനൽ ഇൻഫ്ലുവൻസർ. അപ്പൊ ഇതേ കണക്ക് ഒരു പേജ് 2 പേജ് ഡയലോഗ് ഉണ്ടാവും. അത് സ്പീഡിൽ പറയണം. ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അതിൽ ഒരു വാക്ക് തെറ്റുമ്പോ സാറിന്റെ അസോസിയേറ്റ് ഉണ്ട് ബഷീർക്ക, സാർ ഒരു വാക്ക് റീടേക്ക്. എന്നിട്ട് നമുക്ക് ഷൂട്ട് പോകാൻ 2 മണി 3 മണിക്കൊക്കെയാ. ഈ കറക്റ്റ് 1:30 ആകുമ്പോഴാണ് എന്റെ സീൻ വരിക. അപ്പൊ ഈ മറ്റേ യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ എന്റെ അതൊരു ആദ്യമായിരുന്നു എനിക്ക്. അപ്പം അതാണ് ഈ 2 ഷോട്ടിലും 3 ഷോട്ടിലും ഓക്കെ പറയുന്നവരുടെ ശാപം. ശാപം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ തെറ്റിയാൽ നമ്മൾ ബോധർ ചെയ്യരുത്. ശരിക്കും ഇത് സ്ക്രീനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ബാക്കി ഇവരെയൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റീടേക്സ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള്
റീടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് നമ്മൾ ഒരാള് ഇങ്ങനെ ആക്കിയാൽ മതി, കോൺഫിഡൻസ് അങ്ങ് പോകും. സത്യം. പ്രത്യേകിച്ച് ഈ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ, രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മറ്റുള്ള ആളുകൾ ഇപ്പം നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിനോ ക്യാമറമാൻ അത്ര അല്ലാതെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, മറ്റുള്ള സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കടന്നാൽ മതി. കാരണം കല്ലം പണിയാണ് അവർക്ക്, കല്ലം പണിയാണ്. നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പ് പറയുന്നത് ഈ ഒരു ഷോട്ടും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും പിടിച്ചു നിർത്തണേ. ഈ ഷോട്ട് തന്നെ ഒരു 10 പ്രാവശ്യം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫേസ് മാറും. ഇതൊക്കെ ഇവർക്ക് അത് ബുദ്ധിമുട്ടാണ്, ഇവരത് കാണുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. മെന്റലി നമുക്ക് അത് ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ നമ്മളെല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചേട്ടന്മാര് പോവാ. സെറ്റിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കല്യാണത്തിന് പന്തല് അല്ലെങ്കിൽ സ്റ്റേജ് അയക്കുന്ന സൗണ്ടുകാരെ പോലെയാണ്. ആദ്യം വരികയും അവസാനം പോവുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ പോയി കടന്നു കഴിഞ്ഞാൽ പോലും അവര് സാധനങ്ങൾ പെറുക്കി ഉള്ളിലേക്ക് ഇടലും പരിപാടിയൊക്കെ. പിന്നെ ഇടക്ക് മഴയൊക്കെ വരും. നമുക്ക് ഈ യൂണിറ്റിലെ ആളുകളെ കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം അമ്മ അതിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിലവരൊക്കെ പറയേ സിനിമയല്ലേ അത് കാശ് കിട്ടൂലേ എന്ന് പറയും. പക്ഷേ കാശ് കിട്ടുന്ന ഇതിന് ആയാസകരമായ ഒരുപാട് ജോലിയുണ്ട്. എന്നിട്ടൊക്കെ അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമയോടുള്ള സ്നേഹം വേറെ. അത് പലരും പറയുന്നുണ്ട് അവർക്ക് സിനിമ അല്ല വേറെ പണിയെടുത്തു. അവർക്ക് നല്ല സെൻസും ഉണ്ടാവും സിനിമയെ പറ്റി. അല്ല ആക്ടിങ് ആണെങ്കിലും സീനിയറും ഒക്കെ നല്ല ഡയറക്ഷൻ സെൻസ് പോലും ഞാൻ ആൾക്കാർ നമ്മുടെ യൂണിറ്റിൽ തന്നെ ഉണ്ടായിരുന്നു 2-3 പേര്. ഭയങ്കര ഇതാ ചിലപ്പോ യൂണിറ്റിലെ ആൾക്കാരൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് തരും. വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തപ്പോ ഭയങ്കര രസമാണ് അവര് അത് ചെയ്യുന്നത്. ഡയറക്ടർ ആവാനും ആക്ടർ ആവാനും ഒക്കെ ആഗ്രഹിച്ച് വന്ന ആളുകൾ സെക്ഷനിൽ കയറി പറ്റാതെ കേട്ടിട്ടുണ്ട് ഞാൻ. ഈ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ കയറും, എളുപ്പം കയറാൻ പറ്റുന്ന ഏരിയയാണ്. അസോസിയേറ്റ്സ് യൂണിറ്റ് അങ്ങനെയൊക്കെ. എത്ര ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു നമ്മുടെ? ഞങ്ങളൊരു 1.5 മാസത്തിനടുത്ത്. കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു? അല്ലല്ല, 2-3 ഷെഡ്യൂൾ ആക്കി. കാരണം ഞങ്ങൾ ഒറ്റ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് മഴ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ ഡിഫറൻസ്, ലൊക്കേഷൻ എങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? എങ്ങനെ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു? അല്ല, അതും പറഞ്ഞ പോലെ നമുക്ക് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹൈ റേഞ്ച് ഏരിയ ആണല്ലോ കാര്യമായിട്ട് വരിക. അപ്പം സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ മൂന്നാർ വാഗമൺ പരിപാടി ഒഴിവാക്കിയിട്ട് വയനാടൊക്കെ സ്ഥിരം പരിപാടികളാണ്. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ഒരു റൂറൽ ഏരിയ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലം നോക്കിയതാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെന്നും ഒഴിവാക്കപ്പെടുന്നൊരു സ്ഥലമാണല്ലോ. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഒരു വികസനം ഇല്ലാത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ശരിക്കും ഈ ക്യാമ്പ് ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയ ഞങ്ങളുടെ സ്ഥലത്ത് സെറ്റ് ഇടാമെന്ന്, കംപ്ലീറ്റ്ലി സെറ്റ് ഇടാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലമൊക്കെ കണ്ടുവെച്ച്, പക്ഷെ അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നീട് അറിയുന്നത്. അപ്പം പിന്നെ ഇത് യാദൃശ്ചികമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതായി. അത് വെക്കായിരുന്നു. അപ്പൊ ഇപ്പൊ അവിടെ റൂറൽ ഏരിയയിലാണല്ലോ നമ്മുടെ ഷൂട്ടൊക്കെ പോയി. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഡിഫിക്കൽട്ട് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിക്കും നമ്മളുടെ മലയാറ്റൂര് സ്ഥലത്ത് ആന വന്നിട്ടുണ്ടായിരുന്നു. മലയാറ്റൂർ മാത്രമല്ല, അട്ടപ്പാടി നമ്മുടെ നിങ്ങളില്ലല്ലോ അവിടെ. അട്ടപ്പാടിയിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. നമുക്ക് ആന വന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ ആ മറ്റേ സോങ് ഉണ്ടല്ലോ, തെയ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ആന വന്നു. 2-3 ടീം കണ്ടു. പക്ഷെ അവര് പുറത്തു പറയാതെ വണ്ടി കയറി കാരണം പേടിക്കുന്നു വിചാരിച്ചു. മലയാറ്റൂര് വന്നു. മലയാറ്റൂര് നമ്മള് ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആർട്ടിന്റെ ടീമിനൊക്കെ പോയി സെറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവരെ ഓടിച്ചായിരുന്നു 7 ആന. ഫാമിലി ആയിട്ട്. അപ്പൊ അത് പ്രശ്നമില്ല. കൊമ്പം വന്നാലും പ്രശ്നമുള്ളൂ, ഒറ്റക്ക് വന്നാലും പ്രശ്നമുള്ളൂ. ഇവരെ ഓടിച്ചവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം സിംഗിൾ കുട്ടികളുണ്ടെങ്കിലും ഡേഞ്ചറാ. ഈ കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഓടിപ്പോകുമ്പോ അപ്പൊ ഇവർക്ക് പ്രശ്നമാണല്ലോ. ശിവന്റെ കഥ കേട്ടിട്ടില്ല. അടുത്തൊരു പാട്ട് പാടുക. നമുക്ക് ഒരു എല്ലാരും കൂടി ഒരു പാട്ട്, നമ്മളെ പാട്ട് ലോപ്പിച്ച് പാടാം. നമ്മുടെ ഈ ഫിലിമിലെ പാട്ട് ഗാലറിയിൽ തന്നെ. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് നന്ദി പറയാനുണ്ട്. ഗാലറി വിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഹെഡ്ലി അടുപ്പുണ്ട്. ഞങ്ങളൊക്കെ മ്യൂസിക് ആൽബം ഫീൽഡിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഓഡിയോ എവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ഗാലറി വിഷൻ. അപ്പം അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്നാ സന്തോഷത്തിന് നമുക്കൊരു പാട്ട് പാടാം. ചേട്ടാ റെഡി? ലോപ്പിച്ച് പാടാം അതോ അയപ്പിച്ച് പാടണം? വേണ്ടല്ലോ, നിങ്ങളൊന്ന് കയറ്റിപ്പിടി. അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറെയല്ലേ
മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ കനവിനെന്നുമെന്നും നിന്റെ ചാരെ വന്നിടില്ലേ അരമണിയിലും കണറുഞ്ചിയാലേ കുഞ്ചിടുന്ന പെണ്ണേ ഇലയിലും കണക്കാൽക്കുലസാലെ കള്ളനോട്ടമെന്നേ അരമണിയിലും കണറുഞ്ചിരിയാലേ കുഞ്ചിടുന്ന പെണ്ണേ ഇലയിലും കണക്കാൽക്കുലസാലെ കള്ളനോട്ടമെന്നേ നെഞ്ചിൽ തുടിതാളമേളം കാറ്റുമുള്ള പൂവേ ഇന്നീരാവിലും ചേരാൻ ആരിവില്ലിനഴകേ അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ ഈ സോങ്സിന് ഇത്ര ഇമ്പോർട്ടൻസ്, നമ്മളിപ്പോൾ 8 സോങ്സ് ഒക്കെ ഒരു ഫിലിമിൽ എന്ന് പറയുമ്പോൾ അതെന്താ അത്രയും സ്പെഷ്യൽ ആണ്? കാരണം പറഞ്ഞല്ലോ കഥ. ഒന്നുമില്ല, നമ്മള് കഥ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പിംഗ് പശ്ചാത്തലം ആയതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമ്പിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളൊരു സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രസങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് തുടക്കത്തിലുള്ളത്. അപ്പൊ അതിൽ എന്താണോ ക്യാമ്പിൽ വരുന്നതൊക്കെ ആ പാട്ടിലൂടെ കടന്നു പോകും. അത് കഴിഞ്ഞ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കഥയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഈ പാട്ടുകൾ കടന്നു പോകും. അതായത് പാട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ ചില സിനിമയിലുണ്ടല്ലോ നമ്മൾ എഴുന്നേറ്റൊക്കെ കുറച്ചൊക്കെ പോകണം, അങ്ങനത്തെ പരിപാടി ഇല്ല. ഇത് ഒഴുക്കാണ് ശരിക്കും BGM പോലെ പോകുന്ന സാധനം. BGM പോലെയാണ് ഇങ്ങനെ ഒരു മിനിറ്റ് ചിലപ്പോ 30 സെക്കൻഡ് ഒക്കെ ഉള്ള പാട്ടുകളുണ്ട് ഇതിനകത്ത്. ആ പാട്ടിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് അടുത്ത കണക്ഷൻ വിടും, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും പാട്ട് കണ്ടോണ്ടിരുന്ന് അതാണെങ്കിൽ അധികം ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം കുറേ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സും നമ്മൾ അങ്ങനെയാണല്ലോ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈല് വേറെയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ആക്ടിങ്ങിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കാറ്റഗറിയാണ്. നമ്മുടെ ക്യാമറ ആക്ടിങ്, നമ്മുടെ സിനിമ അല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ, നമ്മുടെ മൊബൈൽ എന്ന് പറയുന്ന രണ്ടിൻ്റെയും ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും ഇപ്പം വാഴയിലൊക്കെ കണ്ടു, ഇപ്പം ആർട്ടിസ്റ്റിക്കേക്കാൾ കൂടുതൽ ഹാഷിറാണ് ശരിക്ക് അവിടെ കയറിയത്. അങ്ങനെ ടാലൻ്റ് ഉള്ളവരും ഇതിൽ മാത്രം ഒതുങ്ങുന്നവരെല്ലാം ഉണ്ട്. എന്നാലും പറഞ്ഞ പോലെ നമ്മളൊരു ഫ്രഷ് ഒരാൾ വരുന്നതിൻ്റെ അപ്പുറം ഇപ്പം നമുക്ക് നാടകം, ഷോർട്ട് ഫിലിംസ് ഒന്നും കയറുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ടാലൻ്റ് ഉള്ളവർക്ക് കയറാൻ പറ്റുന്ന ഒരു മീഡിയ ആണ്. കാരണം ഒരു യൂട്യൂബ് കണ്ടൻസ് ഉണ്ടാക്കിയിട്ടൊക്കെ കയറുന്ന വരുന്നുണ്ട്. അപ്പം അവർക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. എന്നാലും ഇപ്പം നമ്മുടെ പടത്തിലുള്ളവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് അതൊരു ഗുണമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ഏത് ഏജ് കാറ്റഗറിക്ക് ആയിരിക്കും ഈ സിനിമ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക? ടോട്ടലി ഫാമിലി. അതിൽ ബിബേട്ടൻ പറഞ്ഞ നല്ലൊരു കണ്ടന്റ് ഉണ്ട്. നമ്മൾ യൂത്ത് ഫാമിലി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ചെയ്യും. ശരിക്കും ഇപ്പം ഇന്നലെ ഇന്റർവ്യൂ പറഞ്ഞ ഒരു വേർഡാണ്. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടല്ലോ, പിന്നെ എന്തിനു യൂത്ത്? ക്യാമ്പിലാണെങ്കിൽ പോലും ലാലി ചേച്ചിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്. ഇതിൽ ഒരു 16 വയസ്സ് മുതൽ ഒരു 65-70 വയസ്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അവരുടെ ഏജിലുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാമ്പിൽ തന്നെ എത്രയോ ആർട്ടിസ്റ്റുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഉണ്ട്. അപ്പോൾ അതിൽ റാഫി ഉണ്ട്, റാഫി ചക്കപ്പഴം, അതുപോലെ ലാലി ചേച്ചി, നമ്മുടെ അനാർക്കലി മരക്കാരൻ്റെ അമ്മ, പിന്നെ അതുപോലെ അഖിൽഷ, പിന്നെ പിന്നെ അതുപോലെ അച്ചായൻ, നമ്മുടെ സാംജീവൻ എന്ന് പറയുന്ന ആക്ടർ ഉണ്ട്, പിന്നെ വിനീത് തട്ടിലുണ്ട്, വിജിലേഷ് ഉണ്ട്, വിജയകൃഷ്ണനുണ്ട്, VK ഉണ്ട്. അതുപോലെ നമുക്ക് പിന്നെ നമ്മുടെ തമിഴിൽ നിന്ന് ഏറ്റവും വലുത് നമുക്ക് ഗജരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അതായത് നമ്മുടെ കാർത്തിക് സുബ്ബരാജിൻ്റെ അച്ഛൻ, പുള്ളി നല്ലൊരു ക്യാരക്ടർ നമുക്ക് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ പ്രസന്റ് ഇവർ 2 പേര് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, അത്രേ ഉള്ളൂ. അവരൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ അവരൊക്കെ ഓക്സിജനാണ് നമ്മുടെ. അതായത് നമുക്ക് ശ്വാസം എടുക്കാനും നമുക്ക് ജീവൻ നിലനിർത്താനൊക്കെ അവർ വേണം, പക്ഷെ അവരെ കാണാൻ പറ്റില്ല. എല്ലാവരും ഓരോരോ തിരക്കുകളിലായതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം കൂടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല, ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്രയും ആളുകളല്ല എന്ന് ഞാൻ പറഞ്ഞു.
കാരണം ഒരു ലോറിക്കുള്ള ആളുടെ ലിസ്റ്റ് ഇപ്പൊ ഈ ഫോട്ടോ കാണുമ്പോ ഇപ്പൊ ഈ മറ്റുള്ള നായകന്മാരെ കൂടി കാണാൻ പറ്റുമായിരിക്കും ബാക്കിയുള്ളവരെ, പക്ഷെ അതിന്റെ അപ്പുറമുള്ള ആളുകളെ നമ്മൾ ചെയ്ത പോസ്റ്ററുകളിൽ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ആക്ടിങ് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വില്ലൻ കഥാപാത്രം ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹീറോ കഥാപാത്രം ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അതിനെടുക്കുന്ന ഒരു എഫേർട്ട് എങ്ങനെയാണ്? രണ്ടിലും ഒരേ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? മറ്റേതിൽ ഇടിക്കാൻ, മറ്റേതിൽ ഇടി കൊള്ളാം. ആക്ച്വലി എനിക്കങ്ങനെ എല്ലാ ക്യാരക്ടറും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അത് ചെറുതായാലും വലുതായാലൊക്കെ ഞാൻ അതെ ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഞാൻ ചെറുതായാലും വലുതായാലൊക്കെ ഹാപ്പിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു വില്ലൻ ചെയ്തു, ഒരു ചെറിയ വേഷം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്താലും ഒരു മൂന്നാളിലും അതൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ റോൾ പോലെ. ഇപ്പോൾ ഞാൻ ബാഡ് ബോയ്സിൽ ചെയ്തത് ഹീറോയുടെ കൂടെയുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. ഗുമസ്തലിൽ ചെയ്തത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഹീറോ പടം വേണം കിട്ടിയ അത് എൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എനിക്ക് അങ്ങനെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ ഇത് പറ്റാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പടങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടുതലുണ്ട്. ഇനി അടുത്തത് അപൂർവപുത്രന്മാർ ഹീറോയാണ്, ശുക്രനിൽ ഹീറോയാണ്. ഇനി വരാൻ പോണ പടങ്ങൾ ഇപ്പോൾ ധ്യാനായിട്ടൊരു പടം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, അതിൽ ഞാനും ധ്യാൻ ബ്രോയാണ് ഹീറോസ്. അങ്ങനെ അതൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എല്ലാ വേഷവും ചെയ്യുകയും ചെറുതും വലുതൊക്കെ പോയി നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ. പിന്നെ നെഗറ്റീവ് ചെയ്താലുള്ളൊരു പ്രശ്നം പറഞ്ഞുതരാം. പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഇതാണ്. ഇപ്പം അതൊന്നും നോക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർ സിംഗറിൽ ഞാനും മെറീനയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ എൻ്റെ പെരുമാറ്റവും സംസാരവും തമാശയും പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിയുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചി എന്നോട്, അയ്യോ നിങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ നിങ്ങൾ ഭയങ്കര ദുഷ്ടനാണെന്നാണ് വിചാരിച്ചിരുന്നത്. ചിത്ര ചേച്ചി ഇത്രയും സിനിമ അറിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ആവും ഇതിൽ. വില്ലൻ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ഞാൻ ആ സിനിമ ബാക്കിയുള്ള ഇങ്ങനെ ഹ്യൂമർ ചെയ്തുകൊണ്ട് യമണ്ടലിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ടോട്ടലി പിന്നെ നമുക്ക് ഇങ്ങനെ ഇമേജ് നിൽക്കുന്നത് ആ ഒരു കഥാപാത്രമാണ്. അതാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ദൈവാനുഗ്രഹിച്ചിട്ട് ബമ്പർച്ചിരി വന്നപ്പോഴാണ് ഒന്ന് വീണ്ടും തിരിഞ്ഞത്. ലൈവായിട്ട് ചിരിയാണ്. ഇപ്പം ഇതിൽ ഈ പടത്തിൽ തന്നെ ഇപ്പം നമ്മുടെ ഒരു ഇതിൽ നല്ലൊരു പാട്ടുണ്ട്. അതായത് നിഖിൽ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ചെയ്തതാണ്, ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പാട്ട് വിഷ്വൽ ചെയ്ത് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് പക്ഷേ എൻ്റെ ക്യാരക്ടറിനല്ല, അത് കെവിൻ എന്ന് പറഞ്ഞിട്ടൊരു കെവിൻ പോളുടെ പുതിയൊരു ആർട്ടിസ്റ്റാണ്. നല്ല അസലായിട്ട് ഒരു റൊമാൻറ്റിക്കായിട്ട് ഒരു പുതിയ ആർട്ടിസ്റ്റ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നല്ല രീതിയിൽ കെവിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി പറയണം. കെവിൻ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എല്ലാവരും കൂടി നിന്നിട്ട് ഒരു സോങ് ഗിറ്റാർ എടുത്താലും ഞാൻ ബാക്കി പാടാൻ ഉദ്ദേശം നമ്മുടെ ഫിലിമിന് ട്രെയിലർ എന്നാ റിലീസ് ആവുന്നത്? ഫിലിം നമ്മുടെ തിയേറ്ററിൽ നമുക്ക് അപ്പൊ നമ്മുടെ കൂടുതൽ ടീമിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഓൾ ദി ബെസ്റ്റ്. എങ്ങനെ ഞങ്ങൾ വലിയ ആളായ നിങ്ങൾ മറക്കരുത് ഞങ്ങളെ. ഞങ്ങളിങ്ങനെ വന്നിരിക്കും എപ്പോഴെങ്കിലൊക്കെ. ഈ കൊച്ചിനെ കണ്ടിട്ട് പടം കാണുമെന്ന് തോന്നുന്നുണ്ട് ചേട്ടാ? എന്താ തോന്നണം മോഹലക്ഷ്മൺ കണ്ടിട്ട്? പപ്പ ചോദിച്ചു കാണുമോ?
OTT വരട്ടെ എന്ന് പറയോ? ടീസർ കണ്ടില്ലേ? ആ ടീച്ചർ ആക്ച്വലി ജെന്യൂൻ ആയിട്ട് അത് കാണാൻ തോന്നുന്ന ടീച്ചറാണോ? അത് കണ്ടു കഴിഞ്ഞാൽ പടം കാണാൻ തോന്നും. ജെനുവിൻലി തോന്നും. ഓക്കെ, താങ്ക് യു. തിയേറ്ററിലാണ് പോയി കാണണേ. എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അത് വൈകിപ്പോയി. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് ഓഡിയോ വിഷ്വലും കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് അഭിപ്രായങ്ങൾ ചേട്ടൻ പറഞ്ഞിട്ട് കൊച്ചു ഫുൾ ടൈം ടെലിഗ്രാമിലാന്ന് തോന്നുന്നു. അല്ല പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറയാം. അല്ല പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ Thank you so much.